സ്റ്റാർട്ടപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിച്ചിരുന്നു. നമ്മൾ ചാവറ കുറിച്ചാണ് പഠിക്കുന്നത്. ജനനം 1805 ഫെബ്രുവരി 10 ആലപ്പുഴയിലെ കൈനഗിരിയിലാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നാണ്. ആദ്യത്തെ കേരളീയ വികാരി ജനറൽ കൂടിയായിരുന്നു. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നതും ഇദ്ദേഹമാണ്. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്. സാക്ഷരതയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നു. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് ചാവറ അച്ഛൻ. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ, ഒരു പള്ളിയോടൊപ്പം ഒരു സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ചാവറ അച്ഛനാണ്. ആദ്യത്തെ കേരളീയ വികാരി ജനറലാണ്. പിന്നെ വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിച്ചു. സാക്ഷരതയുടെ പിതാവ്, പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ എന്നിങ്ങനെയുള്ള പല വിശേഷണങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ട്. പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം 1829. 1829 ഇദ്ദേഹം പുരോഹിതനായിട്ട് സ്ഥാനമേറ്റു. സീറോ മലബാർ കത്തോലിക് പള്ളിയിൽ വികാരിയായത് 1861 1861 സീറോ മലബാർ കത്തോലിക് പള്ളിയിൽ വികാരിയായി. 1846 ചാവറ അച്ഛൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. ഈ സ്കൂൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ മാന്നാനം, കൂനന്മാവാണ്. അത് കോട്ടയത്തും എറണാകുളത്തും ആണ്. 1846 ചാവറ അച്ഛൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. അപ്പോൾ വർഷം ഓർത്തണം, 1846. 1866 CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചു. CMCയുടെ ഫുൾ ഫോമാണ് സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ. അത് CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ച വർഷം 1866. അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ചാവറ അച്ഛനാണ്. നിധിയിരിക്കൽ മാണിക്കത്തനാർ ആരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക. 1887 1887 ഉണ്ടായിരുന്ന ആരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക. അത് ആരാണ് ആരംഭിച്ചത്? നിധിയിരിക്കൽ മാണിക്കത്തനാർ ആരംഭിച്ച പത്രമാണ്. അദ്ദേഹത്തിൻ്റെ മരണം 1871 ജാനുവരി 3 കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ അവസാന നാളുകൾ കഴിഞ്ഞത് സെൻറ്റ് ഫിലോമിനസ് പള്ളിയിലാണ്. ഇദ്ദേഹം മരണമടഞ്ഞ സ്ഥലമാണ് കൂനന്മാവ്, കൊച്ചി. 1987 ഡിസംബർ 20 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അച്ഛൻ്റെ ചിത്രം ആദരസൂചകമായി അച്ചടിക്കുകയുണ്ടായി. വർഷം ഒന്നുകൂടി ഓർത്തണം, 1987 ഡിസംബർ 20. വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ II മാർപ്പാപ്പയാണ്. വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23 വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് ആണ്. അച്ഛനോടൊപ്പം വിശുദ്ധ ആയി പ്രഖ്യാപിക്കപ്പെട്ടത് എവുപ്രാസ്യമാണ്. ഇതൊക്കെ ആരും മറന്നു പോകാൻ സാധ്യതയില്ല അല്ലേ? പക്ഷേ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23 ആരാണ് പ്രഖ്യാപിച്ചത്? പോപ്പ് ഫ്രാൻസിസ് ആണ്. എവുപ്രാസ്യമാണ് അച്ഛനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട മറ്റൊരാൾ. ഇനി ചാവറ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട കാര്യമാണ് CMI സഭയെക്കുറിച്ചുള്ളത്. CMI സഭ സ്ഥാപിച്ചത് ചാവറ അച്ഛനാണ്. വർഷം 1831 മെയ് 11 കോട്ടയത്ത് മാന്നാനം എന്ന സ്ഥലത്താണ് ഈ സഭ സ്ഥാപിച്ചത്. അപ്പം ചാവറ അച്ഛനാണ് CMI സഭ സ്ഥാപിച്ചത്. വർഷം 1831 മെയ് 11 സ്ഥലം കോട്ടയത്ത് മാന്നാനം. ഇനി ആദ്യ ക്രിസ്ത്യൻ സന്യാസ സഭയെ കണക്കാക്കപ്പെടുന്നു. പാലക്കൽ തോമ മൽപ്പാനും പോരുകര തോമസ് അച്ഛനുമായിരുന്നു ഈ ചാവറ അച്ഛൻ്റെ സഹകാരികളായിട്ട് ഉണ്ടായിരുന്നത്. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറലാണ് ചാവറ അച്ഛൻ. അപ്പം ആരൊക്കെയാണ്? പാലക്കൽ തോമ മൽപ്പാനും പോരുകര തോമസ് അച്ഛനുമായിരുന്നു ചാവറ അച്ഛൻ്റെ സഹകാരികൾ, അതായത് കൂടെ ഉണ്ടായിരുന്ന ആൾ. പിന്നെ CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറലായിരുന്നു ചാവറ അച്ഛൻ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കൂനന്മാവ് മഠം, നളാഗമം, മരണപർവം, ധ്യാന സല്ലാപങ്ങൾ, സീറോ മലബാർ സഭയുടെ കലണ്ടർ, 40 മണിയുടെ ക്രമം, അനസ്താസിയുടെ രക്തസാക്ഷിത്വം, കനോന നമസ്കാരം, ആത്മാനുതാപം. ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഏതൊക്കെയാണ്? കൂനന്മാവ് മഠം, നളാഗമം, മരണപർവം, ധ്യാന സല്ലാപങ്ങൾ, സീറോ മലബാർ സഭയുടെ കലണ്ടർ, 40 മണിയുടെ ക്രമം, അനസ്താസിയുടെ രക്തസാക്ഷിത്വം,
കാനോൻ്റെ നമസ്കാരം, ആത്മാനുതാപം. ചാവറ അച്ഛനെക്കുറിച്ച് പഠിക്കാൻ നമുക്കിത്രയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.